ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എളുപ്പത്തിലുള്ളൊരു ചായപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. പാൽ ചായയില്ലേ, അതിനുള്ള ഒരു ചായപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ പെട്ടെന്ന് പുറത്തോട്ട് പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് എവിടെയായിരുന്നു നമുക്കിപ്പോൾ കെറ്റിലിൽ കുറച്ച് ചൂടുവെള്ളം മാത്രം മതി, നമുക്ക് പെട്ടെന്നൊരു ചായ റെഡിയാക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് കാണാം. അപ്പോൾ അതിനായി ഞാനിവിടെ എവരിഡേയുടെ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാൽപ്പൊടി വേണമെങ്കിൽ അതെടുക്കാം. പിന്നെ ഞാൻ 5ൻ്റെ ഒരു ബൂസ്റ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബൂസ്റ്റ് അല്ല ഹോർലിക്സ് എടുക്കുന്നവർക്ക് ഹോർലിക്സ് എടുക്കാം. പിന്നെ നമ്മൾ എടുക്കുന്നത് ഇഞ്ചി, ഏലക്കയാണ്. ഇഞ്ചി ചെറുതായിട്ടൊന്ന് ഉണക്കി വേണം എടുക്കാൻ, കൂടുതൽ അങ്ങ് ഉണങ്ങാനും പാടില്ല. പിന്നെ വേണ്ട ഏലക്കയാണ്. ഏലക്ക ഒരു 5 എണ്ണത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചായപ്പൊടിയാണ്. പിന്നെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ പഞ്ചസാരയാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി നമ്മൾ ആവശ്യത്തിന് തേയില എടുക്കുന്നുണ്ട്. ഇപ്പോൾ കടുപ്പം വേണമെന്നവർക്ക് കൂടുതലെടുക്കാം, കടുപ്പം കുറച്ചാണ് വേണമെന്നവർക്ക് കടുപ്പം കുറച്ച് നമുക്ക് തേയില എടുക്കാം. ഇനി അടുത്തത് നമ്മുടെ ഇഞ്ചിയാണ്. ഇഞ്ചി പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് ഉണക്കിയ ഇഞ്ചി, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പാൽപ്പൊടി. ഇപ്പം ഞാൻ 2 കവറാണ് ഇവിടെ എടുക്കുന്നത്. അതുപോലെ ബൂസ്റ്റ് ഞാൻ ഇതേ സെയിം 2 കവറാണ് എടുക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്ന ഏലക്കയാണ്, അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് പഞ്ചസാരയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ലുക്ക്. ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചായയാണ്, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തേക്കണേ. ഇനി ബാക്കി ചായപ്പൊടി നമുക്ക് ഒരു ഗ്ലാസ് ജാറിനകത്തിട്ട് ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കാം. ഇത് എത്ര നാൾ വേണമെങ്കിലും ഇതുപോലെ ഇരുന്നോളും.